വിദ്യാർത്ഥികളുടെ ജോലിക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. അപ്പം ഞാനിന്ന് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യക്കാരായ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തം ജീവൻ ബലി നൽകി തേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് നമുക്ക് വേണ്ടി ക്രൂരമായി പീഡിക്കപ്പെട്ട മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആത്മാക്കൾ ഉറങ്ങുന്ന സെല്ലുലാർ ജയിൽ എന്നും കാലാപാനി എന്നും അറിയപ്പെടുന്ന ജയിലറയാണ്. ഇതാണ് കുപ്രസിദ്ധമായ അൻഡമാനിലെ സെല്ലുലാർ ജയിൽ. സ്വാതന്ത്ര്യ സമര സേനാനികളെ ക്രൂരമായി പീഡിപ്പിച്ച് പാർപ്പിച്ചിരുന്ന സ്ഥലം. ആൻഡമാനിൽ ഒരു തുറമുഖം വികസിപ്പിക്കാനായി ഇവിടെ പര്യവേഷണം നടത്തിയ ബ്രിട്ടീഷുകാരനായ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു ആർച്ചിബാൾഡ് ബ്ലെയർ. അതിനാൽ ഈ സ്ഥലത്തിന് പോർട്ട് ബ്ലെയർ എന്ന പേര് വന്നു. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യസമര സേനാനികളെയും കുറ്റവാളികളെയും ഇവിടെ തടവിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അതിനായി സ്വാതന്ത്ര്യസമര സേനാനികളായ തടവുകാരെ പോർട്ട് ബ്ലെയറിൽ കൊണ്ടുവരികയും 500 ചതുരശ്ര മൈൽ കാട് വെട്ടിത്തെളിച്ച് ജയിലിന് വേണ്ട സംവിധാനം ഒരുക്കുകയും ചെയ്തു. ഇവിടെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ തൂക്കിക്കൊന്നിരുന്നത്. അക്കാലത്ത് പകൽ സമയം തടവുകാർക്ക് ദ്വീപിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. രാത്രിയിൽ മാത്രമേ തടവുകാരെ ജയിലിൽ അടച്ചിടുകയുള്ളൂ. എന്നാൽ ചുറ്റും കൊടുങ്കാടും വനവും ചതുപ്പ് നിലങ്ങളും ആഴമേറിയ കടലും ആയിരുന്നതിനാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എളുപ്പമായിരുന്നില്ല. ഈ പ്ലാറ്റ്ഫോം മാറുമ്പോൾ മൃതശരീരം താഴേക്ക് പതിക്കും. ഇതിന് 8 അടി താഴ്ചയാണ്. 1872 തടവുകാരനായിരുന്ന ഷേർ അലി അഫ്രീദി ജയിൽ സന്ദർശനത്തിന് എത്തിയ അന്നത്തെ വൈസ്രോയിയായ മേയോ പ്രഭുവിനെ കൊലപ്പെടുത്തി. അതോടെ ധൈര്യം ലഭിച്ച ചില തടവുകാർ മരത്തടികൾ ഉപയോഗിച്ച് കടൽ കടക്കുവാൻ ശ്രമിച്ചു. 1906 മുതൽ തടവുകൊള്ളികളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിരുന്ന പണിയായുധങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അന്ന് തടവുകൊള്ളികളെ കൊണ്ട് ചക്കിലാട്ടിയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിരുന്നത്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ മർദ്ദിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഇത് അന്നത്തെ തടവുകൊള്ളികളുടെ ഡ്രസ്സുകൾ, കൈവലങ്ങുകൾ, കാൽവലങ്ങൾ എന്നിവയാണ്. അതോടെ ഇവിടെ ശക്തമായ ഒരു ജയിൽ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞവരെ ഇവിടെ നിലനിർത്താനും ഇവിടെ പുതിയൊരു കോളനി ഉണ്ടാക്കാനുമായി സ്ത്രീകളെ കൊണ്ടുവരികയും ചെയ്യുന്ന പദ്ധതിക്കും ഇംഗ്ലീഷുകാർ രൂപം നൽകി. 1896 ബർമയിൽ നിന്നും കടൽമാർഗം കല്ലുകളും തടിയും മറ്റും കൊണ്ടുവന്ന് 5 ലക്ഷത്തോളം മുടക്കി 1906 സെല്ലുലാർ ജയിലിൻ്റെ പണി പൂർത്തിയായി. ഒരു സ്റ്റാർ ഫിഷിൻ്റെ മാതൃകയിൽ 3 നിലകളിലായി 7 വശങ്ങളിൽ മുറികളുള്ള രീതിയിൽ 13.5 അടി നീളവും 7 അടിയോളം വീതിയുമുള്ള 698ഓളം ജയിൽ മുറികളാണ് ഇവിടെ ഉണ്ടാക്കിയത്. 1909 ആയപ്പോഴേക്കും ഉപേന്ദ്രനാഥ് ബാനർജി, പ്രേംചന്ദ് ദാസ്, ഇന്ദുഭൂഷൺ റോയ്, ബരീന്ദ്ര ഘോഷ്, ഉല്ലാസ്കർ ദത്ത് തുടങ്ങിയവർ തടവുകാരായി സെല്ലുലാർ ജയിലിലെത്തി. 1911 നാസിക് ഗൂഢാലോചന കേസിലെ പ്രതിയായി 50 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് വിനായക് ദാമോദർ സവർക്കർ സെല്ലുലാർ ജയിലിലെത്തിയത്. അദ്ദേഹം സമർപ്പിച്ച ദയാഹർജി അടിസ്ഥാനത്തിൽ 1921 അദ്ദേഹത്തെ രത്നഗിരി ജയിലിലേക്ക് മാറ്റി. 1921-22 കാലഘട്ടമായപ്പോഴേക്കും സെല്ലുലാർ ജയിലിലെ ക്രൂരപീഡനങ്ങളും അനീതിയും വലിയ വാർത്തയായി. അതിനുശേഷം പുതിയ തടവുകാരെ ഇവിടേക്ക് കൊണ്ടുവന്നില്ല. എന്നാൽ 1932 വീണ്ടും തടവുകാരെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ തുടങ്ങി. ഇവിടുത്തെ പീഡനങ്ങൾക്കെതിരെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും സ്വാതന്ത്ര്യസമര സേനാനികളും പ്രക്ഷോഭം ആരംഭിച്ചു. ഇതാണ് ജയിൽ മുറി. ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രം നൽകും. ഒരു കീഴിവാതിലിലൂടെയാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഇതാണ് ഭക്ഷണം കഴിക്കാനുള്ള പാത്രം. ഇതാണ് കിടക്കാനുള്ള ബെഡ്.
തുടർന്ന് 1939 ഇവിടുത്തെ തടവുകാരെ പൂർണ്ണമായി മാറ്റി. ഭഗത് സിംഗിനോടൊപ്പം ബോംബ് എറിഞ്ഞ ബടുകേശ്വർ ദത്ത്, മോഹൻ കിഷോർ നമദാസ്, മോഹിത് മെയ്തെ, സചീന്ദ്രനാഥ് സന്യാൽ, ഭഗത് സിംഗിൻ്റെ ശിഷ്യനായ മഹാവീർ സിംഗ് റാത്തോഡ് എന്നിവരാണ് ഇവിടെ വീരസ്വർഗം പ്രാപിച്ചത്. മഹാവീർ സിംഗ് റാത്തോഡിൻ്റെ പ്രതിമ ജയിലിന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും തടവുകാർ ഇവിടെയുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും 14ഓളം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ നിർമ്മിതി എത്ര മനോഹരമാണ്! എന്നാൽ പീഡനമേറ്റ് സ്വാതന്ത്ര്യത്തിനായി ത്യാഗം നടത്തിയവരുടെ പേരുവിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര കഷ്ടമല്ലേ! ഇവിടം സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സ്വാർത്ഥതയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഏവരെയും ബോധിപ്പിക്കുന്ന ഓർമ്മയാണ് ഇവിടം. എത്ര വിശദീകരിച്ചാലും മതിയാവുകയില്ല. ജനാധിപത്യ സ്വതന്ത്ര ഇന്ത്യയുടെ മക്കളായ നമ്മൾ ഇവിടം സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇന്ത്യയിലെ അക്കാലത്തെ സ്വാതന്ത്ര്യസമര ആഹ്വാനം തടവുകാർക്ക് എത്താതിരിക്കാനാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സെല്ലുലാർ ജയിലിലേക്ക് സ്വാതന്ത്ര്യസമര സേനാനികളെ മാറ്റിയത്. ഇതാണ് വാച്ച് ടവർ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കടലാണ്. ഇവിടെ നിന്നാണ് തടവുകാരെ പട്ടാളക്കാർ നിരീക്ഷിച്ചിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ 1942 ജപ്പാൻ സൈന്യം ഇവിടേക്ക് സുഭാഷ് ചന്ദ്ര ബോസിനോടൊപ്പം തടവുകാരെ രക്ഷിക്കാനായി എത്തിയെങ്കിലും തടവുകാർ ആരും തന്നെ ഇവിടെ അവശേഷിച്ചിരുന്നില്ല. 1939 തന്നെ തടവുകാരെ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും മറ്റു ജയിലുകളിലേക്ക് മാറ്റിയിരുന്നു. പിന്നീട് ആൻഡമാൻ ബ്രിട്ടീഷുകാർ ജപ്പാൻ സേനയിൽ നിന്നും പിടിച്ചെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഈ പ്രദേശവും ഇന്ത്യയിൽ കൂടി ചേർക്കപ്പെട്ടു. 1979 പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. കാലാപാനി എന്ന മലയാള സിനിമ സെല്ലുലാർ